അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും ലോകം ചർച്ച ചെയ്യുകയും ശാസ്ത്രലോകത്തിന് ഗവേഷണത്തിന് നിർദ്ദേശിക്കുവാനും ഇന്നും നിലകൊള്ളുകയും ചെയ്യുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ മേൽ 23 സംവത്സരങ്ങൾ കൊണ്ട് അതാ ഇറക്കിക്കൊടുത്തതായ വള്ളിപുള്ളി വ്യത്യാസമില്ലാത്ത ഗ്രന്ഥം ആ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. ഓർക്കണേ, പഠിക്കണേ സഹോദരാ, ശ്രദ്ധിക്കണേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്, എല്ലാ ശരീരങ്ങളും എൻ്റെ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്, മരണത്തിന്റെ വേദന അറിയുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ളതായ പ്രതിഫലം മുഴുവനും ഐഹിക ലോകത്തതായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ദുഷിച്ചതാണെങ്കിലും നന്മയാണെങ്കിലും അതിൻ്റെതായ പ്രതിഫലങ്ങൾ മുഴുവനും നൽകുന്നത് യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്തെത്തുമ്പോഴാണ്. സർവരും വിറങ്ങലിച്ച് നിൽക്കുന്ന വേളയിലാണ്, സർവരും വിയർപ്പിൽ മുങ്ങിത്താഴുന്ന വേളയിൽ നാളെ നിങ്ങൾ ചെയ്തതായ ദുന്യവിയായ ജീവിതത്തിൽ 60-70 വയസ്സുള്ളതായ സഹോദര, നീ ചെയ്തതായ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പാരത്രിക ലോകത്താണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആരെങ്കിലും സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തപ്പെടുകയും നരകത്തിൻ്റെതായ ശിക്ഷയിൽ നിന്ന് അതിന്റെ അഗ്നികുണ്ഡാരങ്ങളിൽ നിന്ന് ആരെങ്കിലും വിദൂരമാക്കി സ്വർഗത്തിന്റെ വാതാരങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് ഫാസ്, അവനത്രേ വിജയിച്ചവൻ, അവനത്രേ വിജയശ്രീലാളിതം, അവൻ വിജയത്തിന്റെ കൊടി പാറിച്ചവനാണ്. ഐഹിക ലോകത്ത് ഒരുപാട് സമ്പത്തിക്കുക, ഒരുപാട് സംബന്ധിക്കുക, ഒരുപാട് സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടുക എന്നതല്ല ഓ മനുഷ്യ. നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം പാരത്രിക ലോകത്ത് നിനക്ക് വിജയിക്കണോ, അവിടെ നിനക്ക് വിജയക്കൊടി പാറിക്കണോ, അവിടെ നിനക്ക് വിജയശ്രീലാളിതനാകണോ, അവിടെ നീ അമ്പിയാക്കളോടൊപ്പം മഹത്തുക്കളായ സാത്വികരായ ഉലമാക്കളോടൊപ്പം ഔലിയാക്കളുടേതായ വ്യക്തിത്വങ്ങളോടൊപ്പം നിനക്ക് കടന്നു പോകണോ, സജ്ജനങ്ങളോടൊപ്പം നീ ഒരുമിക്കണോ, അവരോടൊപ്പം സ്വർഗത്തിലേക്ക് നിന്റെ വാതാരങ്ങളിലേക്ക് നീ ഉല്ലസിക്കണോ, കടന്നു പോകണോ. എന്നാൽ നീ ദുന്യവിയായ ജീവിതത്തിൽ സുഹൃതങ്ങൾ കൊണ്ട് നിറയ്ക്കുക, നന്മകൾ കൊണ്ട് നിറയ്ക്കുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത് എല്ലാ വ്യക്തിത്വങ്ങളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഓ സഹോദരാ, ചിന്തിക്കുക. എത്രയെത്ര ഏകാധിപതികൾ, എത്രയെത്ര സ്വേച്ഛാധിപതികൾ, എത്രയെത്ര പണം കൊണ്ട് അധികാരം കാണിച്ചവർ, അധികാരത്തിന്റെ ഹുങ്ക പ്രകടമാക്കിയിട്ട് അതേ ഭരണീയരെ മുഴുവനും വരച്ച വരയിൽ നിർത്തിയതായ എത്രയെത്ര വ്യക്തികൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എവിടെയാ സഹോദരാ? ആരുടെ മണ്ണിന്റെ ഇരുണ്ട ദുരിതത്തിലല്ലോ അവർ അന്തിവിശ്രമം കൊള്ളുന്നത്. അവരുടെയൊക്കെ ജീവിതം ഏത് നിലയ്ക്കാ, അവരുടെയൊക്കെതായ നിലവാരം ഏത് നിലയ്ക്കാ, ഖബറിന്റെ അവസ്ഥ ഏത് നിലയ്ക്കാ, അവരെ ഖബർ ഏത് നിലയ്ക്കാ സമീപിക്കുന്നത്? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അതല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്, എല്ലാ ശരീരങ്ങളും എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഓർക്കുക സഹോദര, എത്രയെത്ര സ്വേച്ഛാധിപതികൾ, എത്രയെത്ര ഏകാധിപതികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദര. ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി എവിടെ പോയി സഹോദര? ബനൂ ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് പണത്തിന്റെ പടവളപ്പ് കൊണ്ട് നേരം പ്രഭാതമാകുമ്പോ അതേ ഖാറൂനിൻ്റെതായ കുതിരകളും ഖാറൂനിന്റെ ഒട്ടക സമുച്ചയങ്ങളും ആ ഒട്ടകത്തിന്റെ വ്യൂഹത്തിന്റെ കൊളമ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ ബനൂ ഇസ്രായേൽ സമൂഹം മുഴുവനും നെടുങ്ങി വിറച്ച ഒരു കാലമില്ലായിരുന്നോ? എത്രയെത്ര പളവളപ്പിന്റെ ഡ്രസ്സുകളാ ധരിച്ചിരുന്നത്. മിനിറ്റിന് ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ട് അതേ സെക്കൻഡുകൾക്ക് ചെരുപ്പ് മാറ്റിക്കൊണ്ട് ഈ കാലഘട്ടങ്ങളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മുഴുവനും തന്റെ അധീനതയിലേക്ക്, തന്റെ കരവലയിലത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയതായ ഖാറൂൻ എന്ന് പറയുന്ന
പറയുന്ന മുതലാളി ഇന്ന് എവിടെ പോയി സഹോദരാ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്? അള്ളാഹുവിനെ ധിക്കരിച്ചതായ അതെ അവന്റെ പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ധിക്കരിക്കുകയും പണത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അടക്കമുള്ള പ്രവാചകന്മാരെ മുഴുവനും ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെ കുറിച്ചും ധിക്കരിച്ച് അവരുടെ ആദർശങ്ങളും നയങ്ങളും വകവെക്കാതെ നിൽക്കുമ്പോ അതാ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമില്ലയോ? ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ, അവനെ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിയില്ലയോ? ഭൂമിയിലേക്ക് ഒരു ചെറിയ ആഴ്ത്തലല്ല, 6ാം ഭൂമിയിലേക്ക്, അതിന്റെ 7ാമത്തെ തട്ടിലേക്ക് ഇന്നും ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ മുതലാളിയെ. ഏറ്റവും വലിയ മുതലാളി, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരൻ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ അവന്റെ പണവനപ്പിനെ കുറിച്ച്, അവന്റെ പണത്തിന്റെ പെരുപ്പത്തെ കുറിച്ച്. وَإِنَّ مَفَاتِحَهُ لَتَنُوءُ بِالْعُصْبَى. 70 ഒട്ടകങ്ങൾക്ക് അതല്ല 70,000 ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രമുള്ളതായ നിധി കുംഭങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ മാത്രം അവനുണ്ടായിരുന്നുവത്രേ. ഒരൊട്ടകം വഹിക്കുന്നതിന്റെ തൂക്കമെത്ര? 2 കിൻഡലോളം. 2 കിൻഡലോളം ഭാരം അത് വഹിക്കും ഒട്ടകം. അത്രത്തോളം 70,000 അല്ലെങ്കിൽ 7,000 ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങൾക്ക് മുഴുവനും വഹിക്കുവാൻ മാത്രമുള്ളതായ സമ്പത്തിന്റെ ഉടമയായിരുന്നു, അഥവാ താക്കോൽ കൂട്ടം മാത്രമുള്ള. ഒരുപാട് നിധി കുംഭങ്ങൾ, ഒരുപാട് നിധിയുടെ കലവറകൾ, അതിൻ്റെതായ താക്കോൽ മാത്രം, ആ താക്കോലുകൾ മാത്രം 70 ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രമുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ധനാഢ്യനായിരുന്നു, എത്രത്തോളം വലിയ പണക്കാരനായിരുന്നു ഖാറൂൻ. അവൻ അഹങ്കരിച്ചു, അഹന്ത വെച്ചു, അള്ളാഹുവിനെ അനുസരിച്ചില്ല, അവന്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചില്ല, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ധിക്കരിച്ചു. അതിന്റെ പേരിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അവന്റെ അധപതനം, അവന്റേതായ അന്ത്യം. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ, അവനെയും അവന്റേതായ സമുച്ചയങ്ങളെയും അവന്റെ കെട്ടിടങ്ങളെയും അവന്റെ ഫ്ലാറ്റിനെയും അവന്റെ കുടുംബാദികളെ മുഴുവനും ഒന്നടങ്കം ഭൂമിയിലേക്ക് നാം ആഴ്ത്തിയത്രേ, ആഴ്ത്തിയത്രേ. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അവനെ. ഇപ്പോഴും ആഴ്ന്നുകൊണ്ടിരിക്കുന്നു. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. ഖിയാമത്ത് നാൾ വരെ അവരിങ്ങനെ ഭൂമിക്കടിയിലേക്ക് ഓരോ സെക്കൻഡ് വെച്ചുകൊണ്ട് ആഴ്ന്നുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. ഓർക്കുക സഹോദര, ഈ രീതിക്ക് എത്രയെത്ര വ്യക്തികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അറിയില്ലയോ സഹോദര? ഫിർഔനിനെ ലഅനത്തുല്ലാഹി അലൈഹി എത്രയെത്രതായ സ്വേച്ഛാധിപതികൾ ആ നിലയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് നമ്രൂദ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയ ഓർമ്മയില്ലയോ സഹോദര? ആ നിലയ്ക്കുള്ള ഫിർഔൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലയോ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ നേതാവ്, ഞാനാണ് നിങ്ങളുടെ പടച്ചറപ്പ്, നിങ്ങളെ സംരക്ഷിക്കുന്നവരും നിങ്ങളെ പരിപാലിക്കുന്നവരും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ആ നമ്രൂദ് ഇന്ന് എവിടെ പോയി സഹോദര? അവൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലയോ ഇബ്രാഹിം നബിയെ? ആ ഇബ്രാഹിം നബിയുടെ അവസാനം ഏത് നിലയ്ക്കാ? അവരൊക്കെ യഥാർത്ഥമായ ദീനിലേക്ക് പോയപ്പോ മോശപ്പെട്ട രീതിയിലേക്ക് അപതപിച്ചതായ, അള്ളാഹുവിനെ ധിക്കരിച്ചതായ എത്രയെത്രതായ പണത്തിന്റെയും പണപരിപ്പിന്റെയും ധിക്കാരത്തിന്റെയും പുറത്ത് അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് നടന്നതായ വ്യക്തികൾ ഏതൊക്കെ നിലയ്ക്കുണ്ടോ അവരെല്ലാവരെയും മരണം പിടികൂടിയില്ലയോ? അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ അവരെല്ലാവരും തന്നെ പിടിമുടുക്കിയില്ലയോ? എല്ലാവരെയും പിടിച്ചിട്ടുണ്ട്. നാളെ നമ്മളും പിടിക്കപ്പെടും, അടുത്ത സെക്കൻഡിൽ നമ്മളും മരിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. എല്ലാവരും മരിക്കേണ്ടവരാണ്. എത്രയെത്ര പിഞ്ചുമക്കൾ. നമ്മൾ ദൈനംദിനം പത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര ആക്സിഡന്റുകളാണ് കാണുന്നത്.
എത്ര മരണങ്ങളാണ് കാണുന്നത്. പിഞ്ചോമന മക്കൾ, എത്രയോ കുട്ടികൾ അവർ ആക്സിഡന്റിൽപ്പെട്ട് മരിക്കുന്നു, അല്ലാതെ മരിക്കുന്നു. ഒരസുഖമില്ലാതെ തന്നെ എത്രയോ വ്യക്തികൾ നേരം വെളുക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന് നസീമാക്കുമാറാവട്ടെ. നല്ല മരണത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പരിശ്രമം, അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ടുള്ളതായ പ്രവണതകൾ. മരണം വല്ലാത്ത അവസ്ഥയാണല്ലോ. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവും ആ റൂഹ് പിടുത്തവും ഒക്കെ വല്ലാത്തൊരവസ്ഥയാണ്. റൂഹ് പിടിക്കുവാൻ വേണ്ടി വരുന്നതായ വ്യക്തികൾ ആരൊക്കെയാണ് സഹോദരങ്ങൾ? ഒരു മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പിടിക്കുവാൻ വേണ്ടി വരുന്നവർ, മുജ്രിമായ വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നവർ, രണ്ട് തലത്തിലാണ് ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത് 500 മലക്കുകളാണത്രേ. 500 മലക്കുകൾ. ദുന്യവിയായ ജീവിതത്തിൽ ദുഷിച്ചതായ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് ആ രീതിക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് വെച്ചവർ, അള്ളാഹുവിനെ മറന്നു പ്രവർത്തിച്ചവർ, കൃത്യമായി നമസ്കരിക്കാതെ, പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് പോലും നോമ്പനുഷ്ഠിക്കാതെ ദുഷ്കൃതങ്ങൾ ചെയ്തുകൊണ്ട് മോശപ്പെട്ടതായ സ്വഭാവ വൈകൃതങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ തൻ്റെ കുടുംബത്തിൽ സമീപിച്ചവർ, തൻ്റെ മാതാപിതാക്കൾ വയോവൃദ്ധരായിരുന്നപ്പോൾ അവരെ ആട്ടിയോടിച്ചവർ, അവരെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിട്ടവർ, തൻ്റെ മക്കൾക്ക് യഥാർത്ഥമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്താത്തവർ, ആത്മീയമായ വിദ്യാഭ്യാസം നൽകാത്തവർ, ഇവരൊക്കെ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥയിൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായിരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി